ഇതാണ് വി.ടിയുടെ വീട്. സാക്ഷാൽ വി.ടി ഭട്ടതിരിപ്പാടിൻ്റെ മകൻ വി.ടി വാസുദേവനാണ് ഇദ്ദേഹം. ഇദ്ദേഹം റിട്ടയേർഡ് അധ്യാപകനായിരുന്നു, സാഹിത്യകാരനാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ പ്രതിനിധിയാണ്. മാത്രമല്ല ആയിരുന്നു. ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളുടെ മുഴുവനും ഇന്ന് അവശേഷിച്ചിട്ടുള്ള സ്മാരകം ഇദ്ദേഹത്തിൻ്റെ മനസ്സാണ്. ഞാനും വി.ടി ആയിട്ടുള്ള ബന്ധം മുഴുവനും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വി.ടി ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5-6 വയസ്സിൽ അച്ഛൻ കിടക്കുന്ന മുറിയുടെ മുകളിൽ അദ്ദേഹം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കുട കൊണ്ട് കുത്തിയിട്ട് താഴെ ഇട്ടിട്ട് ഈ തട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കിട്ടി ഒന്ന്. മറ്റൊന്ന് ഭഗവത്ഗീത. ഭഗവത്ഗീത എനിക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഇത് മുഴുവനും മനസ്സിലാവും. അങ്ങനെ 5-6 വയസ്സുള്ള കാലത്ത് വായിച്ച ആ ഒരു ആരാധനയാണ് എനിക്ക് വി.ടിയോടുള്ള ബന്ധം മുഴുവനും വളർന്നു വന്നത്. എൻ്റെ അച്ഛൻ പഴയ ഒരു യാഥാസ്ഥിതികനാണ്. പക്ഷേ അദ്ദേഹം മറ്റ് വിപ്ലവകാരികളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും, പക്ഷേ വി.ടിയെ പറ്റി മാത്രം അത് പറയില്ല. അത് വളരെ ലോകിയായിട്ട് സംസാരിക്കും. അപ്പോൾ അതെന്താണെന്ന് ഒരിക്കലും ഞാൻ മെല്ലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അനവധി കാലം കൂടല്ലൂർ ഉണ്ടായിരുന്നു സംസ്കൃതം പഠിക്കുന്ന കാലത്ത്. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു അനിയനെ പോലെ തന്നെയാണ് അദ്ദേഹം. അതുമാതിരി വി.ടി എൻ്റെ അവിടെ വന്നാൽ അദ്ദേഹം പൂണൂലിടാൻ അച്ഛൻ്റെ അടുത്ത് പോകില്ല. എവിടുന്നെങ്കിലും കുറച്ച് നൂല് കൊണ്ടുവരാൻ പറയും. ഞാനത് കൊണ്ടുവന്നിട്ട് പൂണൂലുണ്ടാക്കി കൊടുക്കും. അതിട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോകും. അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ചോദിച്ചു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു അത് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. എനിക്ക് അദ്ദേഹം ഒരു കുറ്റക്കാരനെ തോന്നിയിട്ടുമില്ല. ഞങ്ങൾക്ക് പിതൃതുല്യനായ അക്കിത്തം ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തിക്കിത്തിരക്കുന്നത് അദൃശ്യനായിട്ടുള്ള അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ്. പിന്നെ അന്നത്തെ ആ സമൃദ്ധമായിട്ടുള്ള അന്നത്തെ ഓർമ്മകളും. ഞങ്ങളൊക്കെ ഞാനും എൻ്റെ ഒരു ഏട്ടനുണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഈ തിണ്ണയുടെ താഴെ ഞങ്ങൾ ബസ് ഓടിക്കുകയോ അല്ലെങ്കിൽ കളിക്കുകയോ ചെയ്യുമ്പോൾ ആ തിണ്ണയുടെ മീതെ കാലുമ്പ് കാലേറ്റിരിക്കുന്ന ആ അച്ഛൻ, തൊട്ടടുത്തുള്ള കസാരയിൽ അക്കിത്തം, രണ്ടുപേരുടെയും ചെല്ലപ്പെട്ടി, അത് നിറയ്ക്കൽ ഞങ്ങളുടെ ഒരു ജോലിയായിരുന്നു. രാത്രി ഞങ്ങൾ ഉറക്കമുണ്ടെന്ന് എണീക്കുമ്പോഴും ഇവരുടെ സംസാരം തീർന്നിട്ടുണ്ടാവില്ല. ആ തിരക്ക് പിടിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഉത്ബുദ്ധ കേരളം പൊളിഞ്ഞ് അച്ഛൻ ഈ ചെറിയ വീട്ടിൽ താമസാക്കിയതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ജനിക്കണത്. അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് കളിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും അക്കിത്തം വരണത്. അക്കിത്തം ഞങ്ങളുടെ അമ്മാമെന്നോ എന്താ ഞങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും വളരെ സന്തോഷമാവും. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് അവരുടെ വെടിവട്ടം, അത് ഞങ്ങൾക്കതൊന്നും മനസ്സിലാവാത്തതായിരുന്നു അത് അന്ന്. അച്ഛൻ പറയണു, അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കയ്യിൽ പിന്നിൽ കയ്യും കെട്ടി നിന്നിട്ട് അച്ഛൻ സംസാരിക്കുക, അക്കിത്ത് എഴുതുക. അങ്ങനെ ആ ഒരു നീണ്ട രാത്രികളും അങ്ങനത്തെ വളരെ തുടർച്ചയായിട്ടുള്ള ആ എഴുത്ത്, അത് എന്തിനാണെന്നുള്ളത് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഇദ്ദേഹമാണ് എടപ്പാൾ ടി.വി. ശൂലപാണി വാര്യർ. എൻ്റെ ഗുരുക്കന്മാരിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹം കവിതയിലൂടെയാണ് ഞാൻ ബന്ധപ്പെട്ടതെങ്കിലും അദ്ദേഹം എന്നിലുള്ള ഭൗതികവാദത്തെ ഭൗതികവും ആത്മീയവും വേറെയല്ല എന്ന ബോധത്തിലേക്ക് ഉണർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന. മാത്രമല്ല, എടശ്ശേരി എന്ന ഗുരുവിൻ്റെ അടുത്ത് ഞാൻ കവിത തിരുത്താൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ശ്രദ്ധേയനായ കവി ഇദ്ദേഹമായിരുന്നു. ശൂലപാണി വാര്യർ, കടവനാട് കുട്ടികൃഷ്ണൻ, ആനന്ദവല്ലിയമ്മ, അങ്ങനെ 3-4 ആളുകളുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് എന്നെ പിന്നെ എടശ്ശേരിയുടെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നാലപ്പാട്ട് നാരായണമേനോനുമായിട്ട് ബന്ധപ്പെടുത്തിയത്.
എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളാണ്. ഇവിടെ ഞങ്ങൾ താമസം തുടങ്ങുന്നത് 1970-ലാണ്. അപ്പം 36 കൊല്ലം മുമ്പ്. വാസ്തവത്തിൽ എൻ്റെ ഫാമിലിയിൽ 6 കുട്ടികളുണ്ട്. 6 കുട്ടികളിൽ അവരെല്ലാം വിവാഹം കഴിഞ്ഞിരിക്കുന്നു. 3 പേർക്ക് 2 കുട്ടികളുണ്ട്. 3 പേർക്ക് ഓരോ കുട്ടികളുണ്ട്. മൂത്ത മകൻ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ ചിത്രം വരയ്ക്കുന്ന ഏർപ്പാടുകൾ പഠിപ്പിക്കുകയാണ്. പിന്നെ 2 കുട്ടികൾ പെൺകുട്ടികൾ കാറളമണ്ണ ചെറുപ്പളശ്ശേരി, ഒരു കുട്ടി തൃശ്ശൂർ, ഒരു കുട്ടി ബോംബെ ഡോംബിവിലി. പിന്നെ ഒരു മൂത്ത മകൻ ചെറിയ മകനും ഇയാളുടെ സഹധർമ്മിണിയും മകനും, ഇങ്ങനെ എൻ്റെ വൈഫ്, ഇങ്ങനെ 5 പേരെ ഇപ്പം ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്താണ്. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് 50-ലധികം കൊല്ലം മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 23 വയസ്സുള്ള കാലത്താണ്. ഇപ്പോൾ എനിക്ക് 80 വയസ്സ്. അത്രയും പണ്ട് കാലത്താണ്. പൊന്നാനി ഞങ്ങൾക്കൊരു സ്വീകരണം വെച്ചിരുന്നു. അതിന് പോയി അന്ന് മുണ്ടശ്ശേരിയും PC എടശ്ശേരി വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മുണ്ടശ്ശേരി എന്നോട് പറയുണ്ടായി, കവിയുടെ ഭാര്യ ആയാൽ പല കുഴപ്പങ്ങളുണ്ട്, പല ബഹുമാനങ്ങളൊക്കെ കിട്ടും, അതിലധികം വിഷമങ്ങളും ഉണ്ടായിരിക്കും. അത് വളരെ ശരിയാ തോന്നുന്നു. എല്ലാവരുടെ ജീവിതം പോലെ ആവില്ല, ഓരോ താളമില്ലാത്ത ഒരു ജീവിതമായിരിക്കും. അത് വളരെ ശരിയാ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് പോണ്ടി വന്നു 56-ല്. പിന്നെ റേഡിയോയിൽ കഴിഞ്ഞ് തൃശ്ശൂർ അവിടുന്ന് കുറേ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു കേന്ദ്രീകൃത ജീവിതം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അച്ഛൻ കേരളത്തിലെ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കവിയായി മാറിയിരുന്നു. അങ്ങനെയുള്ള ഒരു അച്ഛനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. 6ാമത്തെ ഒടുവിലത്തെ മകനാണല്ലോ. അതെ. പിന്നെ എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ എല്ലാ കവിതയും അച്ഛൻ്റെ ആത്മകഥയാണ്. അച്ഛൻ്റെ എല്ലാ കവിതയും ഞങ്ങളുടെ ഈ അകത്തും പുറത്തും, ഞങ്ങളുടെ കുടുംബത്തിലെ അടുക്കളയിലും ഡൈനിങ് ടേബിളിലും ഒക്കെ സംസാരിച്ച നിസ്സാര കാര്യങ്ങളായിരിക്കും അച്ഛൻ വലിയ വിഷയങ്ങളായിട്ട്, വലിയ ഫിലോസഫി ആയിട്ട് അച്ഛൻ കവിതയായിട്ട് മാറ്റിയിട്ടുള്ളത്. ഉദാഹരണം, എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഒരു ടോർച്ച് നേരെയാക്കാൻ കൊടുത്തു. അതിനെക്കുറിച്ച് അച്ഛൻ ഒരു വളരെ ഫിലോസഫി ആയിട്ട് ഒരു കവിത എഴുതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു ആദിശങ്കരൻ ഇപ്പോഴും ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നുണ്ട്, ഇതാ എൻ്റെ മോൻ തൊട്ടത് മുഴുവൻ പൊന്നായി എന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറയാച്ചാൽ ഒരുപാടുണ്ട്. ഇന്നു വരുവും അച്ഛൻ, നാളെ വരുവും അച്ഛൻ, കൊണ്ടുവരും നെയ്യലുവ തുണ്ടമപ്പോൾ അച്ഛൻ എന്ന അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ പടിഞ്ഞാറ് കിഴക്കേ എടാഴിയിലെ ജനൽപ്പാളികളിലൂടെ രാത്രി 9 മണിക്ക് ശേഷം ഞാനും എൻ്റെ ശ്രീജോപ്പോളും ലീലോപ്പോളും കൂടി അച്ഛൻ ടോർച്ചുമായി, മുണ്ടു മടക്കി കുത്തി ടോർച്ചുമായി ഇറങ്ങി വരുന്ന അച്ഛനെ എനിക്കിപ്പോഴും വളരെ വ്യക്തമായി ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ മുഴുവനും അച്ഛൻ കോഴിക്കോടൻ കാലഘട്ടത്തിലാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ കുടുംബ വ്യാപാരങ്ങളും ജീവിതവും മുഴുവൻ ആസ്വദിക്കാനുള്ള ഭാഗ്യം എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പാപ്പുപോൾക്കും ഇന്ദിരാപ്പോൾക്കുമാണ് ലഭിച്ചത് എങ്കിൽ അച്ഛന് ഭാഗവത വിവർത്തനം തുടങ്ങിയ ഒരുപാട് കാലഘട്ടത്തിൽ അച്ഛനോടൊത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെയൊക്കെ ഒരു നിത്യ എല്ലാ ദിവസത്തെയും ജീവിത പ്രശ്നങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ അമ്മയാണ്. എന്നാൽ ഞങ്ങളുടെ മനസ്സിൻ്റെ വികാസത്തിന് വലിയ വാതിലുകൾ തുറന്നു തന്നത് എൻ്റെ അച്ഛൻ്റെ വീക്ഷണങ്ങളാണ്. ഞങ്ങൾ 6 മക്കളും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിരുപാധികമായ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ അച്ഛൻ്റെ വാക്ക് ഉപയോഗിക്കട്ടെ ഞങ്ങൾ കഴിയുന്നത്. അത് നിലനിൽക്കണം മാത്രമേ ഞങ്ങളുള്ളൂ. അല്ല, കുടുംബത്തിൻ്റെ അകത്ത് ഭദ്രത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഞാൻ എഴുതുമായിരുന്നില്ല. ആ കാര്യം സംശയമുള്ളത് കേട്ടോ. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ ഈ 6 മക്കൾ മാത്രം അടങ്ങിയ ഒരു കുടുംബമാണെന്നല്ല. ഞങ്ങളുടെ മനസ്സിലെ കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വീട്ടിയമ്മാവൻ ഓടി വരും, ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എടശ്ശേരി അമ്മാവൻ ഓടി വരും. അങ്ങനെ പലരും ഞങ്ങളുടെ മനസ്സിലേക്ക്, അവരൊക്കെ ഈ ഭൂമുഖത്തും ഇവിടെയൊക്കെ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്.